ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ DNA പരിശോധനാ ഫലം അതിന്റെ ഫലം വന്നാൽ മാത്രമേ ഇനി എന്ത് എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോലും മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ആരുടേതാണ്, ഇതിൽ പ്രതിയാകുന്നത് സെബാസ്റ്റ്യൻ തന്നെയാണെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ചുരുളഴിയേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ DNA പരിശോധനയുടെ ഫലം വരണം. അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും അധികമൊന്നും വാ തുറക്കാൻ തയ്യാറായിട്ടില്ല ഈ സെബാസ്റ്റ്യൻ എന്നാണ് മനസ്സിലാക്കുന്നത്. സെബാസ്റ്റ്യൻ തുടക്കം മുതൽ അങ്ങനെ ഒരു രീതിയാണ് കൈവന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഭാര്യ സുബിയെ ഉൾപ്പെടെ വിളിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിൽ അല്പം കൂടി സെബാസ്റ്റ്യൻ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘം സെബാസ്റ്റ്യൻ സഹകരിക്കാത്തതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിൽ കൂടിയാണ് ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതായത് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് തുടക്കം മുതൽ ഇതിലെ തെളിവുകൾ കണ്ടെത്തിയുള്ള ഒരു അന്വേഷണ രീതിക്ക് തുടക്കമിട്ടത്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ പല CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് ഏതാണ്ട് മാസങ്ങൾ നീണ്ടൊരു അന്വേഷണത്തിനൊടുവിലാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോഴും അത്തരം അന്വേഷണം തുടരുകയാണ്. ഈ ആലപ്പുഴയിലെ ടീം, ഒപ്പം തന്നെ അതിനു കൂടാതെ എറണാകുളത്തുള്ള ടീം പോലും ഇന്നലെ കോട്ടയത്തെ വിജിലൻസ് ഓഫീസിൽ എത്തിയിരുന്നു. അതായത് ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, മൊബൈൽ ഫോൺ കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, CCTVകൾ, ഇങ്ങനെ ഇതൊരു 2-3-4 ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായി ഫലത്തിൽ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല പൂർണ്ണമായും എന്നുള്ളത് വസ്തുതയായി തന്നെ തുടരുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സെബാസ്റ്റ്യൻ ഒരു കൊലപാതകിയാണ് എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടുണ്ട്. ആരുടേതാണ് DNA പരിശോധന ഫലത്തിലൂടെ ആരുടെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഇതിൽ ഇനി നിർണായകമായി ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള സംഭവം. എന്തായാലും കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളെല്ലാം മനുഷ്യൻ്റെതാണ് എന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലും അതിനു മുൻപ് തന്നെയും ഒക്കെയും ഫോറൻസിക് ഡോക്ടർമാരടക്കം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ ആണ് ഇത് ചെയ്തത്. അതിനുള്ള തെളിവുകൾ പലതും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും ഏതാണ്ട് 4 മണിക്ക് അകം സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. വീണ്ടും കോട്ടയത്തെ ടീം തന്നെ കസ്റ്റഡിയിൽ ചോദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇപ്പൊ ഈരാറ്റുപേട്ടയിലടക്കം തെളിവെടുപ്പ്, ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്ത സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട്. അവിടെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടില്ല ഇതുവരെ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ അതിന് കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമോ എന്ന സംശയം ബാക്കിയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് 2-3-4 ദിവസമായി ഒരുപാട് തെളിവുകൾ ശേഖരിച്ച് കാത്തിരിക്കുന്ന ആലപ്പുഴയിലെ സംഘമുണ്ട്. സ്വാഭാവികമായിട്ടും അവരും കസ്റ്റഡി ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരം തെളിവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയത്തെ ടീം ചോദ്യം ചെയ്തതും ആ നിലയിലാണ്. ഒരു പരിധിവരെ ഇന്ന് കസ്റ്റഡി ചോദിച്ചില്ല എങ്കിൽ ആലപ്പുഴയിലെ ടീം കസ്റ്റഡിയിൽ ചോദിക്കും എന്നുള്ള സൂചനകളാണ് ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ വേഗതയിൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം DNA പരിശോധനാ ഫലം എന്നുള്ളത് തന്നെയാണ്. അതിൽ പല സൂചനയുണ്ട്. ജൈനമ്മയുടെ ശരീരഭാഗങ്ങളാണോ എന്ന സംശയം പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഈ കിട്ടിയ ശരീര അവശിഷ്ട ഭാഗങ്ങളിൽ പല്ലിന്റെ ക്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ജൈനമ്മയ്ക്ക് ഇല്ലായിരുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് സ്ത്രീകൾ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലേത് എന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെ മാത്രമേ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ടീം നിൽക്കുന്നത്. ഭവ്യ, തീർച്ചയായും ശരണ്യ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഏകദേശം ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് എത്തി നിൽക്കുന്നത് സെബാസ്റ്റ്യൻ ഒരു കൊലപാതകിയാണ് എന്നതിലേക്ക് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതും. പക്ഷേ അപ്പോഴും ഒറ്റയ്ക്കാണോ സെബാസ്റ്റ്യൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നുള്ള വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയല്ലേ? കാരണം നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളപ്പോൾ പോലും വലിയ സാമ്പത്തിക സഹായമടക്കം, വലിയ സംരക്ഷണമടക്കം സെബാസ്റ്റ്യന് പുറത്തുനിന്ന് ലഭിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കാണോ സെബാസ്റ്റ്യൻ? ഭവ്യ, ഈ കേസിനകത്ത് ഈ സ്ത്രീകളും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പരസ്പരം ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ
പുലർത്തിപ്പോകുന്ന ഒരു ബന്ധമാണ് സെബാസ്റ്റ്യനുമായി സ്ത്രീകൾ. അയാളുമായി അടുത്തിടപഴകുന്ന ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ഭംഗിയായ ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ധരിപ്പിക്കാനും കഴിവുള്ള ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. ആ രീതിയിൽ ഉള്ള ഒരു ഇടപെടൽ നടത്തുന്ന ആളാണ് ഇയാൾ. മാത്രമല്ല ഇപ്പോൾ ഈ കേസുകളിൽ ഏറ്റവും വലിയ വിഘാതമായി നിൽക്കുന്നത് പോലും ഈ രണ്ടു പേർ തമ്മിലുള്ള ഒരു പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളിലേക്കും ഏർപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും ഒക്കെ ഇവരൊക്കെ തന്നെയും ഇപ്പോൾ ബന്ധുക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ മക്കൾക്കൊന്നും ഈ സെബാസ്റ്റ്യനുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും പലരുടെയും അറിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി രണ്ടുപേർ കടന്നു പോകുന്ന വഴികളിലൂടെയാണ് വിശ്വാസം നേടിയെടുക്കുന്ന സ്ത്രീകളിലാണ് ഇയാൾ ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏത് വഴിക്കാണ് ഇവർക്കിത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇനി വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ എങ്ങനെയാണ് ഒരാളെ അല്ലെങ്കിൽ ഇല്ലാതാക്കിയത് എന്നൊക്കെ കണ്ടെത്താൻ കഴിയാത്ത പോലും സാഹചര്യമുള്ളൊരു കേസാണിത്. കാരണം ഇനി അതൊക്കെ സെബാസ്റ്റ്യൻ പറയണം, ഇത് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഇവർക്ക് ഇത് പറ്റിയത് എന്നുള്ളതൊക്കെ അയാളെ കൊണ്ട് തന്നെ വെളിപ്പെടുത്തേണ്ട സാഹചര്യം. പക്ഷേ ഇരുചെവി അറിയാതെ രണ്ടുപേർ പോകുന്ന രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഈ കേസിനകത്ത് ഒരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആയിഷ തിരോധാനത്തിലാണ് ഒരു ചെറിയ വഴിത്തിരിവെങ്കിലും ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ പുറത്തുവിട്ട റോസമ്മ എന്ന സ്ത്രീയുടെ പ്രതികരണങ്ങൾ, അതിനെ തുടർന്ന് അവരെന്തായാലും ആയിഷ കേസ് റീഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആയിഷ കേസിനകത്ത് റോസമ്മയ്ക്ക് വിവരങ്ങൾ ധാരണയുണ്ട് എന്നുള്ള ധാരണപ്പുറത്ത് തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. അതിന് റോസമ്മയിൽ നിന്ന് ആയിഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനാകും. സെബാസ്റ്റ്യന് അതിനകത്ത് കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് അവർ സംശയിക്കുന്നെങ്കിൽ അത് വെളിപ്പെടുത്താതെ സാഹചര്യം എന്തെന്നൊക്കെ ഇനി റോസമ്മ പോലീസോട് വെളിപ്പെടുത്തണം. ഇന്നലെ ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള സംഘം റോസമ്മയെ ചോദ്യം ചെയ്തിരുന്നു. ഏകദേശം സെബാസ്റ്റ്യനും റോസമ്മയും ഒക്കെ വളരെ ഇന്നലെ തന്നെ അവർ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു, ഈ റോസമ്മയുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ കാണുമ്പോൾ. എന്തായാലും ഈ രണ്ടാളുകൾ ഇതിനകത്ത് ഇപ്പോൾ സെബാസ്റ്റ്യനെ കൂടാതെ തന്നെ റോസമ്മയ്ക്കും എന്തൊക്കെയോ വിവരങ്ങൾ അറിയാം എന്നുള്ളൊരു ധാരണപ്പുറത്താണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ റോസമ്മയിൽ നിന്നടക്കം തേടുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഈ ആധികാരികമായി ഈ കേസുകളുടെ കാലപ്പഴക്കം ഒരു പ്രശ്നമാവുന്നു. ഈ കേസുകൾ തെളിയിക്കാനായിട്ട് അവർക്ക് ഏറ്റവും ഗുണം ചെയ്യുക ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇയാൾ ഇങ്ങനെ ഒരാളാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അത് ജൈനമ്മ കേസ് തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായി അന്വേഷണ സംഘത്തിൽ കണ്ടെത്താനാകുക. ബാക്കിയുള്ള കേസുകളിലേക്ക് അവർ പോവുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ ദൗത്യം തന്നെയാണ്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പോലീസ് അന്വേഷണത്തിന്റെ അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ചേർത്തല പോലീസ് ആദ്യഘട്ടത്തിൽ ഈ തിരോധാന കേസുകൾ കാണിച്ച ഒരു അലംഭാവം തന്നെയാണ് ഈ കേസുകൾ ഇങ്ങനെ പോകാൻ കാരണം. ഈ ക്രൈംബ്രാഞ്ച് സംഘം എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്ന് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് അവിടെ കിടന്ന ഓലക്കീറുകൾ റിമൂവ് ചെയ്ത് നോക്കിയപ്പോൾ അതിന് അടിയിൽ തന്നെ ബോണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയധികം സംശയാസ്പദമായ രീതിയിൽ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവരെ ഇന്നലെയൊക്കെ പ്രതികരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം കോട്ടയത്ത് നിന്ന് എത്തി ഇവിടെ നിന്ന് ഒരു ഓലക്കീറ് മാറ്റിയപ്പോൾ അതിനടിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ സംശയിക്കുന്നു, തങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഈ സെബാസ്റ്റ്യന്റെ പുരയിടവും അല്ലെങ്കിൽ സെബാസ്റ്റ്യനോ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട കോൾ റെക്കോർഡ്സോ ട്രാക്കിങ്ങോ അതൊന്നും ഇയാൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരാരും അന്വേഷിക്കുന്നില്ല. എത്രയെത്ര കാര്യങ്ങളാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പഴയ കാലങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർ നമ്മളോട് പുറത്തു പറഞ്ഞു, പ്രത്യേകിച്ച് റോസമ്മ അടക്കമുള്ള ആളുകൾ പുറത്തു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഇപ്പോഴാണ് വളരെ ഗൗരവത്തോടു കൂടി അതിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നല്ല ടീമാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനു മുൻപ് ഇത് അന്വേഷിച്ചത് വളരെ അലംഭാവത്തോടെയാണ്. അത് തന്നെയാണ് ഇത്രയും സ്ത്രീകളുടെ ഒരു മിസ്സിങ്ങിലേക്കും തിരോധാനത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത്ര മോശം രീതിയിലാണ് കേസുകളെ പോലീസ് കൈകാര്യം ചെയ്തിരുന്നത്. തീർച്ചയായും ശരണ്യ സ്നേഹജനുമൊപ്പം ജി ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്.